ഇപ്പോൾ ചില സ്ത്രീകൾക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കില്ല. അതായത് ഇപ്പോൾ ചിലപ്പോൾ പ്രസവത്തിനൊക്കെ ശേഷം ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷം അവരുടെ മാറിടം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ താഴേക്ക് വീണ് കിടക്കുക എന്നൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് ഓപ്റ്റ് ചെയ്യുന്നത് ബ്രസ്റ്റ് ലിഫ്റ്റിംഗ് ആണോ? അത് തന്നെ ബ്രസ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ബ്രസ്റ്റ് ലിഫ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും വെയിറ്റ് കൂടുമ്പോൾ അത് തൂങ്ങുമല്ലോ. അപ്പോൾ അതെന്തായാലും ലിഫ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർക്ക് വലിപ്പം ഇല്ലാതെ തന്നെ ബ്രസ്റ്റ് തൂങ്ങിക്കിടക്കാം. അപ്പം അതിന് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് പ്രൊസീജിയറാണ് ബ്രസ്റ്റ് ലിഫ്റ്റ് സർജറി. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ എത്രമാത്രമാണ് ആ ബ്രസ്റ്റ് തൂങ്ങിക്കിടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ആ പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ മിൽക്ക് ഫീഡിംഗ് ഒക്കെ ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് വഴി അവരുടെ മിൽക്ക് ഫീഡിങ് കുറയാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള ബയോളജിക്കലി ഏതെങ്കിലും എഫക്ട്സ്? ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഓഫർ ചെയ്യത്തില്ല. ജനറലി അത് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 months to 9 months കഴിഞ്ഞിട്ടേ അങ്ങനത്തെ പ്രൊസീജിയർ ഓഫർ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇംപ്ലാന്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സൈസ് കൂട്ടണം എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇതിന് ശേഷം ഭാവിയിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ പോകുന്ന സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മിൽക്ക് ഫീഡിനെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ബ്രസ്റ്റ് വലിപ്പം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റിയാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിന് വരുന്നത്. അപ്പം ഈ ഒരു പ്രൊസീജിയർ ഒരു യങ് പേഷ്യൻ്റ് ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ഇല്ലെങ്കിൽ ചൈൽഡ് ബിയറിംഗ് അല്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഇംപ്ലാന്റ് ജനറലി ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ചെയ്യുന്ന സിലിക്കോൺ ഇംപ്ലാന്റ് വെച്ചാണ്. ഈ ഇംപ്ലാന്റ് ഒരു പ്ലേസ് ചെയ്യുന്ന നമ്മൾ ബ്രസ്റ്റിൻ്റെ ദശയുടെ താഴെയോ ഇല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള മസിലിൻ്റെ അടിയിലാണ് വയ്ക്കുന്നത്. അപ്പം ജനറലി അങ്ങനെ ചെയ്യുമ്പം ബ്രസ്റ്റ് ടിഷ്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മുലപ്പാൽ കൊടുക്കുന്നതിന് അങ്ങനെ അതിന് ഫങ്ഷണലി എഫക്റ്റ് ചെയ്തില്ല. എന്നാലും ജനറലി പോപ്പുലേഷനിൽ ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം വരാം. ബട്ട് ഇംപ്ലാന്റ് ആസ് സച്ച് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. ഇപ്പോൾ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമോ അത് ഇംപ്ലാന്റ് ആണോ അല്ലെങ്കിൽ നാച്ചുറൽ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും? ഈ ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു വളരെ നല്ല ഓൾമോസ്റ്റ് ലൈക്ക് ബ്രസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഉള്ള. അപ്പോൾ അത് തൊടുമ്പം ഒരിക്കലും അതൊരു അൺനാച്ചുറൽ ഫീൽ കൊടുക്കത്തില്ല, നാച്ചുറൽ ഫീലായിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇനീഷ്യലി ഹീലിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സെൻസിറ്റിവിറ്റി അത് ബാധിക്കുമോ ആ ഭാഗത്തുള്ള? ജനറലി സർജറിയുടെ ഭാഗമായിട്ട് ചിലർക്ക് അപൂർവമായിട്ട് സെൻസിറ്റിവിറ്റി ബാധിക്കാം. ബട്ട് ഇൻ ജനറൽ സെൻസേഷൻ നോർമലായിരിക്കും. ഭാവിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്തിട്ട് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസസ് ഉണ്ടോ? അത് അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? ജനറൽ ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് കോമൺ ഒരു മിത്താണ്. അപ്പം അത് ഇംപ്ലാന്റ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പണ്ടൊക്കെ ഇപ്പം യൂസ് ചെയ്യുന്ന സിലിക്കോൺ ഇംപ്ലാന്റ്, അപ്പം സെലൈൻ ഇംപ്ലാന്റ്സ് എടുക്കുക, അതിനൊക്കെയാണ് ഈ റപ്ചർ റേറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സിലിക്കോൺ ഇംപ്ലാന്റ്സിൻ്റെ അതിൻ്റെ മേക്ക് വെച്ചിട്ട് അതിൻ്റെ റപ്ചർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ. അപ്പം ലൈഫ് ലോങ് നമ്മൾ ഗ്യാരണ്ടിയാണ് എപ്പോഴും കൊടുക്കാറ് ഇംപ്ലാന്റ്സിനൊക്കെ? ജനറലി സിലിക്കോൺ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെച്ചാൽ ഒരു ലൈഫ് ലോങ് നിൽക്കുന്ന ഇതാണ്. എന്നാലും നമ്മൾ ഒരു 15 years or 20 years കഴിഞ്ഞാൽ ചിലപ്പം ഈ ബ്രസ്റ്റിൻ്റെ ചുറ്റുമുള്ള ദശകൾക്ക് മാറ്റങ്ങൾ വരാം. ഇപ്പം അതുകൊണ്ട് അതിൻ്റെ ചുറ്റും ഒരു ചെറിയ ഷെൽ പോലെ ഉണ്ടാവും. അപ്പം അതൊക്കെ ചിലപ്പം കുറച്ചൊരു ഹാർഡ്നെസ് ഡെവലപ്പ് ചെയ്യുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ അത് വെച്ചിട്ട് ബ്രസ്റ്റിന് ഷേപ്പിന് വ്യത്യാസം വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ബ്രസ്റ്റ് ഇംപ്ലാന്റ് മാറ്റിയിട്ട് അവിടെ കുറച്ചും കൂടി ക്ലിയറൻസ് കൊടുത്തിട്ട് പുതിയ ഇംപ്ലാന്റ് വെച്ച് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇവിടെ നമ്മൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഡോക്ടറിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഈ ബ്രസ്റ്റ് കോസ്മെറ്റിക് സർജറിക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ബേസിക്കലി പറയാറുള്ള റീസൺസും ആവശ്യങ്ങളും എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ നമ്മുടെ പോപ്പുലേഷന് നമ്മുടെ ആ ഒരു ബോഡിയുടെ അപ്പിയറൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയും ബ്രസ്റ്റ് ലിഫ്റ്റ് സർജറീസാണ്. അപ്പം ബേസിക്കലി ഇത് വരുന്ന ഒന്നെങ്കിൽ വെയിറ്റ് കൂടിയിട്ട് കുറയ്ക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒക്കെ ബ്രസ്റ്റ് തൂങ്ങി വരാം. അപ്പോൾ അത് ലിഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ. പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ജനറ്റിക്കലി അല്ലെങ്കിൽ ഫെമിലിയിലായിട്ടുള്ള ചിലർക്ക് അവരുടെ ബ്രസ്റ്റിന് വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് കാരണം അവർക്ക് പല ബുദ്ധിമുട്ടുകളും, കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി കറക്ഷന് വേണ്ടി നമുക്ക് വരാറുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് വലിപ്പം അവർക്കൊരു കോസ്മെറ്റിക്കിനെക്കാട്ടിലും ഫങ്ഷണൽ പ്രോബ്ലമാണ് കൂടുതലുണ്ടാക്കുന്നത്. അപ്പോൾ അത് റിലീഫിന് വേണ്ടി നമ്മുടെ അടുത്ത് മെയിൻലി വരാറുണ്ട്. അപ്പോൾ അതിന് ചെയ്യുന്ന പ്രൊസീജിയറാണ് ബ്രസ്റ്റ് റിഡക്ഷൻ പ്രൊസീജിയർ. ഓക്കെ. ഈ ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കുക അപ്പോൾ അത്രയും നമ്മളെ ബ്രസ്റ്റ് ഇവർ ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കളയുകയാണോ ഈ ബ്രസ്റ്റ് റിഡക്ഷനിൽ സംഭവിക്കുന്നത്? ഈ ബ്രസ്റ്റ് റിഡക്ഷനിൽ ആക്ച്വലി എന്ത് പ്രൊസീജിയറാണ് നടക്കുന്നത്? കട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ? അപ്പോൾ ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടുമ്പോൾ പല ആൾക്കാർ ചോദിക്കും അതിന് സർജറി അല്ലാതെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ മെഡിക്കലായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ സർജിക്കലി തന്നെ റിമൂവ് ചെയ്യും. ഇപ്പോൾ സർജിക്കലി നമ്മൾ റിമൂവ് ചെയ്യുമ്പം അതിൻ്റെ ബ്രസ്റ്റിൻ്റെ ഒരു പോർഷനാണ് റിമൂവ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് അല്ല റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെ ഫംഗ്ഷൻ നിലനിർത്തി അതിൻ്റെ സെൻസേഷനും, ഇപ്പം യങ് പേഷ്യൻ്റ് ആണെങ്കിൽ അതിന് ഫ്യൂച്ചർ ലാക്ടേഷൻ മുലപ്പാൽ കൊടുക്കണമെങ്കിൽ അതിനുള്ള അത്യാവശ്യം ബ്രസ്റ്റ് അവിടെ വിട്ടിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ എക്സസ് ആയിട്ടുള്ള ബ്രസ്റ്റാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബ്രസ്റ്റ് റിഡക്ഷൻ പ്രൊസീജിയർ. ഓക്കെ. ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ക്യാൻസറിന് കാരണമാകും ചിലപ്പോൾ എന്നൊക്കെ ഞാനിങ്ങനെ എവിടെയോ വായിച്ചായിട്ട് ഓർക്കേണ്ട, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ?
ദർ വെർ റിപ്പോർട്ട്സ് ലൈക്ക് ബ്രസ്റ്റ് ഇംപ്ലാന്റ് കൊണ്ട് ക്യാൻസർ, അത് ബ്രസ്റ്റ് ഇംപ്ലാന്റ് കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ അല്ല ഉണ്ടാകുന്നത്, ബ്രസ്റ്റ് ഇംപ്ലാന്റ് കൊണ്ട് അതിൻ്റെ ചുറ്റുമുള്ള മാറ്റങ്ങൾ കൊണ്ട് ചിലർക്ക് ഇതേപോലെ ബ്രസ്റ്റ് റിലേറ്റഡ് ALCL എന്ന് പറയും, ആനോപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമ എന്ന് പറഞ്ഞാൽ അത് വളരെ റെയറായിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ്. എന്നാൽ ഇത് വളരെ ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള കേസുകളാണ്. ആൻഡ് ഇറ്റ് വാസ് റിലേറ്റഡ് ടു സർട്ടൻ ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ്. അപ്പോൾ അങ്ങനത്തെ ഇംപ്ലാന്റ്സ് ഇപ്പം ഏകദേശം പല കമ്പനീസും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വെച്ചിട്ടുള്ള ഇംപ്ലാന്റ്സിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യതകൾ റിലേറ്റീവ്ലി വളരെ കുറവാണ്. ഓ ഓക്കെ. ഇതിപ്പോൾ നമ്മളെ ഇംപ്ലാന്റ് ചെയ്യാതെ തന്നെ നമ്മളുടെ ബ്രസ്റ്റിലെ ഫാറ്റ് വെച്ചിട്ട് നമ്മളുടെ ബോഡിക്കുള്ളിലുള്ള ഫാറ്റ് വെച്ചിട്ട് നമുക്കിത് കൂട്ടാൻ പറ്റുമോ? അപ്പം അതെങ്ങനെയാണ് കൂട്ടുന്നത്? ഫാറ്റ് വെച്ച് നമ്മൾ ഇതേപോലെ പല ബോഡിയുടെ പാർട്സിൽ, ഇപ്പോൾ ഫേസ് ആയാലും അബ്ഡമൻ ആയാലും ബ്രസ്റ്റ് ആയാലും, അപ്പം ഒരു വോള്യൂം ലോസ് ഒക്കെ ഉള്ളിടത്ത് നമുക്ക് ഫാറ്റ് ഒരു കോമ്പണൻറ്റ് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രസ്റ്റിലും അതേപോലെ ഫില്ല് ചെയ്തിട്ട് അതിന് വോള്യൂം കൊടുക്കാൻ പറ്റും. ബട്ട് അത് ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ചിലർക്ക് ബ്രസ്റ്റിൻ്റെ അകത്തും ഇല്ലെങ്കിൽ മുകളിലത്തെ ഭാഗത്ത് മാത്രം ഒരു ഫുൾനെസ് കിട്ടണം, അങ്ങനത്തെയൊക്കെ വോള്യൂം എല്ലാം എൻഹാൻസ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് നമുക്ക് ഫാറ്റ് ഒരു നല്ല ട്രീറ്റ്മെൻറ്റാണ്. ബട്ട് ഓവറോൾ ഒരു ബ്രസ്റ്റിന് സൈസ് കൂട്ടണം എങ്കിൽ ഫാറ്റ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കത്തില്ല, സിലിക്കോൺ ഇംപ്ലാന്റ് തന്നെ ആയിരിക്കും നല്ല ഓപ്ഷൻ. ഇപ്പോൾ ചില സ്ത്രീകൾക്ക് പറഞ്ഞ പോലെ ബ്രസ്റ്റ് തീരെ ഇല്ല എന്ന് കരുതുക, അപ്പോൾ അത് കൂട്ടാനാണ് വരുന്നത് എന്ന് വിചാരിക്കുക. ഈ ബ്രസ്റ്റിൻ്റെ സൈസ് ഉണ്ടല്ലോ, അതായത് ഇവർ ഇത്രയാണ് കൂട്ടേണ്ടതെന്നുള്ള സൈസ് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കുക? അതിന് ഒരു മെഷർമെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? അതെ, അപ്പോൾ ഓരോ ആൾക്കാർക്ക് അവർക്ക് വേണ്ട ബ്രസ്റ്റിൻ്റെ സൈസ്, അവരുടെ ബോഡിക്ക് വേണ്ട സൈസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ സൈസും അവരുടെ ബ്രസ്റ്റിൻ്റെ വിത്തും പ്രൊജക്ഷനും ഉള്ള എത്ര വോള്യൂം വേണമെന്ന് വെച്ചാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ ആൾക്കാർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഓരോ ആൾക്കാർക്ക് ആ മെഷർമെൻറ്റ് എടുത്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്താണ് പറയുന്നത്. ഇൻട്രൊഡക്ഷന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആഫ്റ്റർ കെയർ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? ആഫ്റ്റർ കെയർ ഇത് സർജിക്കൽ പ്രൊസീജിയറാണ്. അതിൻ്റെ മുറിവ് കാണും. അപ്പം ഈ മുറിവ് ആ ഒരു ബ്രസ്റ്റിൻ്റെ ഏരിയോളയുടെ ചുറ്റും, പിന്നെ ചിലപ്പം താഴെയും, പിന്നെ ഒരുപാട് സ്കിൻ ഉണ്ടെങ്കിൽ ചിലപ്പം താഴെ ഒരു ആങ്കർ ഇൻസിഷൻ പോലെയും കാണാം. അപ്പം അതിൻ്റെ ഒരു ഹീലിംഗ് 2 to 3 weeks ടൈം എടുക്കുന്നത്. ജനറലി അത്രയും പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. അപ്പം ഈ ഒരു 2 to 3 weeks അവർ ഒരു പ്രോപ്പർ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് അത് ഹീൽ ചെയ്ത് വരും.